ഇന്ത്യൻ ടെലിവിഷനിൽ ആദ്യമായി സോഷ്യൽ മീഡിയയിലെ താരദമ്പതികൾ പോരാടുന്ന ഫാമിലി മാമാങ്കം. ടെലിവിഷൻ ചരിത്രം തിരുത്തിയെഴുതുന്ന പോരാട്ടത്തിനിതാ ഇവിടെ തുടക്കം കുറിക്കുന്നു. നിങ്ങളുടെ മനസ്സുകളും മൊബൈൽ സ്ക്രീനുകളും കീഴടക്കി ഇവരിനി നിങ്ങളുടെ സ്വീകരണ മുറികൾ കീഴടക്കാനെത്തുന്നു. വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സിസ്. ഉലകത്തിലില്ല ഇതുപോൽ പുലിവാൽ ജോഡികൾ. ലോഡിംഗ് നൗ. Welcome to Cutie the Beauty Soap and BSY Noni Hair Color Shampoo co-presents Mr. and Mrs. Blockbuster partner MyG, My Generation Detail Hub, co-powered by Asian Paints and special partner KSFA. അല്ല തീർന്ന ഇൻട്രോ ബ്രാൻഡിങ് വെൽക്കം ചെയ്തില്ല. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ജഡ്ജ്. വെൽക്കം ജിപി. കഴിഞ്ഞ 2-3 എപ്പിസോഡായിട്ട് നിങ്ങൾ കയറി വരുമ്പോൾ നിറച്ച് പരാതികളായിട്ടാണ്. ആ ഡ്രസ് ഇടാൻ സമ്മതിച്ചില്ല, ബാച്ചലർ ലൈഫാണ് ബെറ്റർ. ഇന്ന് പരിപാടിയൊന്നും ഇല്ലേ? ഞങ്ങളൊരു തീരുമാനം എടുത്തത് മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ മാതൃകാ ദമ്പതികളായിട്ട് മാറാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എത്ര എപ്പിസോഡാണ് ഉദ്ദേശിക്കുന്നത്? 2 എപ്പിസോഡ്. അവിടെ ശീലമാവുമല്ലോ. തല്ലുകൊണ്ട് വശംബദനായിട്ട് പറഞ്ഞു, ഇനി നീ പറഞ്ഞവര് ഞാൻ ചെയ്യൂ, എന്നെ നീ തല്ലരുത് എന്ന് പറഞ്ഞ് ഇവരങ്ങ് തയ്യായി. അതാണ് സത്യത്തിൽ പോയില്ലേ? അങ്ങനെ ഞാൻ പോണേ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ട് പോയില്ലേ? പിന്നെ ഇവരെ കൊണ്ടുപോകാൻ പോയിട്ട് ഞാൻ പുറത്തിറങ്ങുന്ന ഇവന് അടുക്കള വഴി പോകും. എന്നല്ല, ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നടത്തിയിട്ട് ഞാൻ പോകുള്ളൂ. കാരണം വന്നപ്പോ എല്ലാരും കല്യാണം കഴിച്ചതാ. ഇല്ല, അത് ബോബി, അതായത് ഇവിടെ വന്നപ്പം നമ്മൾ ഈ കൊച്ചിനെ പറ്റി വിചാരിച്ചത് വളരെ സുന്ദരിയായ, വളരെ സൗമ്യമായ ഒരു കൊച്ച്, വളരെ അച്ചടക്കം എന്നൊക്കെ പറഞ്ഞ് നമ്മള് വെൽക്കം DP എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊണ്ട് അവിടെ എന്താ അതൊരു മാറ്റില്ലല്ലോ. അല്ല, അത് മാറി. അത് കഴിഞ്ഞ് 3ാമത്തെ എപ്പിസോഡല്ലേ, ഇത് 4ാമത്തെ എപ്പിസോഡാ. അപ്പൊ തന്നെ വന്നു. ഇനി ഇത് ഏത് വഴിക്ക് പോകുന്നു ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. മാറുന്നല്ലേ? അതാ ഈ അടുത്തിരിക്കുന്ന മുല്ലപ്പൂമ്പിടി. ഇത് മുല്ലയൊന്നുമില്ല, ഇതേതാ ജാണകം ഏതാണ്ട്. അയ്യോ, ആ പേരിട്ടാലോ? മൂത്താശ വേണ്ടല്ലേ? ആ മൂത്താശാനിൽ തന്നെ ഈ മൂത്തെടുത്ത് കളഞ്ഞിട്ട് ആശാനാക്കാൻ ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. വേണ്ട, ഡീസന്റ് ആയിപ്പോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി ഇവിടെ ഞങ്ങളുള്ള എല്ലാ എപ്പിസോഡും നമ്മൾ മറക്കാതെ എൻജോയ് ചെയ്തിട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. ഇന്നത്തെ ടാസ്ക് ഭയങ്കര ഒരു അടിപൊളി ടാസ്കാ. ഷിട്ടു, ആ ടാസ്കിന്റെ പേര് അനൗൺസ് ചെയ്തേ. മായാമോഹിനി. മായാമോഹിനി ടാസ്കിൽ പങ്കെടുക്കാൻ ഹോനായി ടീമിൽ നിന്ന് ആരാണ് വരുന്നത്? ഞങ്ങളുടെ ഹോനായി ടീമിന്റെ കോമളനും മിസ് കുമാരി. അതിന് എന്തെങ്കിലും വെറുതെ വിളിക്കുന്നതാണോ മിസ് കുമാരി? ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ കോമളനാണ് രഞ്ജിത്ത്, മിസ് കുമാരിയാണ് റിജി. ജീവ, ഇത് മൊത്തത്തിലൊരു പേരിടൽ എപ്പിസോഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരി ശരി, എല്ലാവരുടെ പേരറിയട്ടെ. കോമളൻ, മിസ് കുമാരി. നിസാർക്കയുടെ പേരോ? വിക്രമൻ. ഇത്താടെ പേരോ? മുത്തു. മുത്തു. അജിത്തിന്റെയോ? ശ്യാമളൻ. ശ്യാമളൻ. ഇത് ശ്യാമള. സഞ്ജു. ബോബനും മോളിയും. മീത്തും മെറിയോ? ബിജിമോനും ജിജിമോളും. ബിബിനും ജസ്നയോ? സരസും പുരുഷവും. പുരുഷ എന്നെ അനുഗ്രഹിക്കും. പുരുഷവും സരസും. എന്റെ പേര് ഹിപ്പി, ലെനയുടെ പേര് അപ്പി. എന്താണ്? ഹിപ്പിയും അപ്പിയും. അപ്പി, ഞാൻ ഹിപ്പി. അപ്പി ഹിപ്പി. സുമിത്ത് ഹിമ. രാജു. രാജുവും ഇവിടെ രാജുവും രാധയും ലൊട്ടിലൊടുക്കും കുലുക്കുലുമാലും. നടുവിലൊരു മായാവി. ഞാൻ ലൊട്ടിലൊടുക്കാക്കിയതാ. നിങ്ങൾ മായാവക്കല്ലേ, ഡീസന്റ് ആക്കല്ലേ? ലൊട്ടിലൊടുക്ക്. എന്തോ പേരാലോചിക്കോ, എന്തോ പേരാലോചിക്കും ഈ മനുഷ്യൻ. എന്തോ. അപ്പൊ മക്കളെ, ഇന്നത്തെ ടാസ്ക് ഇവിടെ കിടന്ന് ഇങ്ങനെ ഷൈൻ ചെയ്യുന്ന ഈ 2 പേർക്ക് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും ഒരു പേരുണ്ടാക്കി കൊടുക്കും. ജീപ്പിക്കും പേരിട്ടില്ല, ബ്രോബിക്കും പേരിട്ടില്ല. അതെ, ഇങ്ങോട്ട് കൊടുത്തോ. 2 പേർക്കും ഒരു പേര് കൊടുക്കണേ. നിസാർക്ക് ഒരു പേര് പറഞ്ഞു, കുട്ടൂസൻ ഡാഗിനി. അത് കുഴപ്പമില്ലല്ലോ, കുട്ടൂസൻ ഡാഗിനി. കുട്ടൂസൻ ഡാഗിനി. അല്ല, എന്താണെങ്കിലും നമ്മൾ സ്പിരിറ്റിൽ അങ്ങ് എടുക്കും. മിസ്റ്റർ കുട്ടൂസ്. മിസ് ഡാഗിനി. ഓക്കെ, മായാമോഹിനി ടാസ്കിൽ ഹോനായി ടീമിൽ നിന്ന് വരുന്നു മിസ് കുമാരി ആൻഡ് കോമള.
പവനായി ടീമിൽ നിന്ന് ആര് വരുന്നു? പവനായി ടീമിൽ നിന്ന് 2 സിംഹങ്ങളെ തന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. ഒരു സിംഹത്തിന്റെ പേര് രായു, ഒരു സിംഹത്തിന്റെ പേര് രാധ. വാ വാ, അത് മതി. ഒരുപാട് ഡെക്കറേഷൻ ഒന്നും വേണ്ട ഈ മോന്. മായാമോഹിനി ടാസ്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്, എല്ലാ ദിവസവും പറയുന്ന പോലെ. പക്ഷെ ആ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ്, ആ ഗെയിം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പർട്ടീസ് വരട്ടെ. മായാമോഹിനി ടാസ്കിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് ഷിറ്റു? കുറെ ഐറ്റങ്ങളുണ്ട്. ചീപ്പ്, മുടിയിൽ ഒട്ടിച്ചു വെക്കുന്ന സുന ആപ്ലിക്കേഷൻസ്. ഇത് മറ്റേ ബ്ലെൻഡ് ചെയ്യുന്ന സാധനമല്ലേ? ജീവ, ഐ ആം സോ ഇംപ്രസ്ഡ്. ജീവക്കറിയാം മേക്കപ്പ് മാൻ ജീവ. അവിടെ നിന്നാ മതി, അത്രയും പ്രശ്നമുള്ളൂ. മാറിയിരിക്കാം, എന്നെ അവിടെ നിന്നുള്ള ഇംപ്രഷൻ. ഞാൻ അവിടെ ഇരിക്കാം. ഭാര്യയുടെ കൂടെ ടച്ചപ്മാനായിട്ട് പോണ ആളാന്നത്. ജസ്റ്റ് ഫോർ എ കണ്ടന്റ്. നീ ഇതൊന്നും കണ്ട് ഇൻസ്പയർഡ് ആവരുത്. ഓക്കെ, അപ്പൊ മായാമോഹിനി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഭാര്യമാര് സ്വന്തം ഭർത്താക്കന്മാരെ മായാമോഹിനി ആക്കുക, ഒരു പെണ്ണാക്കുക, നല്ല സുന്ദരിയായ ഒരു പെണ്ണാക്കുക. ഭാര്യമാര് സ്വന്തം ഭർത്താക്കന്മാരെയോ? ഭാര്യ സ്വന്തം ഭർത്താവിനെ. അങ്ങനെ പറഞ്ഞ. ഓക്കെ, അപ്പൊ നമ്മള് ടാസ്ക് തുടങ്ങാൻ പോവാണ്. അപ്പൊ മക്കളെ, മായാമോഹിനി ആകാൻ ഭർത്താക്കന്മാര് റെഡിയാണ്. സോറി, ഭർത്താവ് റെഡിയാണ്. ഭാര്യ ഒരു നിശ്ചിത സമയത്തിനകത്ത് നല്ല സുണ്ടുമണിയാക്കണം. ഓക്കെ, ഒരു മിനിറ്റ് ഷിട്ടു, ഇവിടെ ഒരു ഡൗട്ട്. ശരിക്കും ഒരു ഡൗട്ട് വെച്ചോട്ടെ? പറ. ഷർട്ട് ഊരിക്കോട്ടെ? അത് ഇടുമ്പോ രസം ഉണ്ടാവുന്നേ കാണാൻ. അല്ല, നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് രസിപ്പിക്കാം. ഇപ്പൊ തൽക്കാലം അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ വേണ്ട വേണ്ട, ഇല്ല അല്ല, നിങ്ങളുടെ അവൾക്ക് തലയ്ക്കെന്താ ഓളാണ്. ചേട്ടാ മറ്റേ സാധനം ഇട്ടിട്ടില്ലേ, ഉള്ളിലിടുന്ന സാധനം? ഷെമീസ് അല്ല, ഷെമീസ് അല്ല, വീട്ടിലങ്ങനെയാണ്. ഓക്കെ, റെഡി. ഓക്കെ, ബസറിന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ എടുത്തെടുത്തെടുത്ത് വേഗം തുടങ്ങിക്കോളാം. ഓക്കെ, പക്ഷേ ടൈം കൊടുക്കും. ടൈം സ്റ്റാർട്ട്സ് നൗ. അടിപൊളി. ഇട് എടുത്തങ്ങ് ഇട്. വാ, അവിടെ നല്ല ഫ്ലോറൽ ഡ്രസ്. ടൈം കൗണ്ട് നോക്കണേ ജീവ. അവിടെ മുടിയൊക്കെ വെച്ചു പെട്ടെന്ന്. വേഗം ചെയ്തോ. വേഗം ടീമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേഗം സുമിത്ത് നേരെ ഇരുന്നോ. വേഗം. അടിപൊളി. അടിച്ചേക്കുവാ. ഇവിടെ റോസ് പൗഡർ അല്ല, ഇവിടെ കുമ്മായത്തിൽ മുങ്ങി തോന്നുന്നുണ്ട്. എവിടെ? അയ്യോ, ഇവിടെ ലിപ്സ്റ്റിക് ഇല്ലേ? അടുത്ത ഇവിടെ ലിപ്സ്റ്റിക് ഇല്ലല്ലോ. ജ്വല്ലറി, ആഭരണം. മുടിയിൽ ഈ സാധനമൊക്കെ ഒട്ടിക്കാം കേട്ടോ. ഈ സാധനമൊക്കെ മുടിയിൽ ഒട്ടിക്കാം. വെറുതെ രസമായില്ല, ഊത്തി കത്തുന്ന പോലെ ഉണ്ട്. മുടിപ്പിൻ ചെയ്യും.
വേറെന്തൊക്കെയാ ഫുള്ള് യൂസ് ചെയ്തോ? എല്ലാം യൂസ് അവളെ ചെയ്തോ? കൊണ്ട് ഞാൻ കാല് പിടിപ്പിച്ച് ഇത് ഇതൊന്നുമില്ല. വേറെന്തെങ്കിലൊക്കെ ഉള്ള ഇട് ടൈം തീരാറായി. വേഗം. 10 സമയം പൊക്കോണ്ടിരിക്കുന്നു. 9 8 കഴിഞ്ഞു. ലാസ്റ്റ് 7 6 5 മാറിട്ടു 4 3 2 1 സീറോ. മായാമോഹിനി. 2 മായാമോഹിനികളൊന്ന് എഴുന്നേറ്റ്. രണ്ടുപേരും പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് പോസ്റ്റ് ചെയ്തേ. നേരെ നോക്കി. അടുത്ത് വരരുത്. പോസ്റ്റ് ചെയ്ത് ഇവിടെ മതി. പോസ്റ്റ്. ജീവാ ഇങ്ങ് മാറിക്ക് ഇങ്ങോട്ട്. ഓക്കെ, പോസിംഗ് കഴിഞ്ഞെങ്കിൽ 2 മായാമോഹിനിക്കും തൊടുന്നില്ല. തിരിച്ചു വരാം. ബാ. മായാമോഹിനിയുടെ റാംബോക്കാണ്. ഇനി രണ്ടുപേരും മുന്നോട്ട് വന്നതെ. കണ്ണാടി മാറ്റിയ കോഞ്ചറിങ്ങിലെ പ്രേമം. ഓക്കെ GP, ഇനി നമുക്ക് ആദ്യം DP-യിലേക്ക് പോവാം. മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ സ്വന്തം സുമിയും രഞ്ജി. സുമി ആൻഡ് രഞ്ജി. ഓക്കെ, നമുക്ക് രഞ്ജിയുടെ എക്സ്പ്രഷൻ നോക്കിയാലോ? രഞ്ജി നോക്കൂ. GP-യെ നോക്കി DP-യെ നോക്കി ആ ഒരു റൊമാൻസ് വന്നിട്ട്. അത് റൊമാൻസ് അല്ലത്, പ്രണയം. നാണം നോക്കിക്കൊല്ലല്ല. നാണം, ശൃംഗാരം, സങ്കടം, കരുണ, അയ്യോടാ, സന്തോഷം, ആശ്ചര്യം, അത്ഭുതം. ഓക്കെ, ഇനി നമുക്ക് സുമിയിലേക്ക് പോവാം. സുമി, നാണം, സങ്കടം, സന്തോഷം, ആശ്ചര്യം, അത്ഭുതം, ശൃംഗാരം. എന്താടോ ശൃംഗാരത്തിന് ശരീരം മുഴുവനിട്ട് ഇളക്കുന്നത്? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് DP പറയൂ. DP എന്റെ അമ്മയെ കലക്കി, രണ്ടുപേരും കലക്കി. രഞ്ജിത്തേട്ടനെ ഒന്ന് സൗന്ദര്യമാക്കാൻ നോക്കുമ്പോ എന്റെ അമ്മ എനിക്കൊരു പേടിയാവണോ അത് കണ്ടിട്ട്. പക്ഷെ എക്സ്പ്രഷൻസ് അടിപൊളിയാണ്. മോൻ കഴിയിട്ട് വേണ്ടേ? വേണ്ട, ഇത് രസമുണ്ട്. ഈ കോളേജിൽ ഇരിക്കട്ടെ. പഴയതിലും നല്ലത് ഇതാ. സുമി ഇൻ ക്യാരക്ടർ ആണ്, കംപ്ലീറ്റ്ലി ഇൻ ക്യാരക്ടർ. എനിക്കത് ആ നടപ്പും എല്ലാം, ആ സ്വാഗ്, എവറിത്തിങ് വാസ് ഫാന്റാസ്റ്റിക്. വേഷം ഇട്ടപ്പോ മുതല് ആ ഫസ്റ്റ് സ്കേർട്ട് വന്നപ്പോ തന്നെ ആള് ക്യാരക്ടറായി. ഹിമ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ചില സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോ എന്നേലും സ്ട്രക്ചർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ. കസ്തൂരി പൂങ്കാറ്റേ ഇത് കണ്ടോ ഈ കണ്ണാളെ, കണ്ണില് മിന്നായം ഞാനിതിനെ കാണുന്നത്, എനിക്ക് ഫീൽ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീറ്റെയിലിംഗിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രഞ്ജിത്തിന്റെ ആണ് കൂടുതൽ ഡീറ്റെയിലിംഗ്. കാരണം ഞാൻ ഇവിടുന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്
ഹെയർ വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് രണ്ടുപേരും ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇവര് പിന്നെ ഹെയറിന്റെ മേലെ എന്തൊക്കെയോ റിജി കൊണ്ടു വെച്ചു അല്ലേ? ഹെയറിന്റെ ആ ഒരു ഡീറ്റെയിലിംഗ് അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു പെർഫെക്ഷൻ നോക്കുമ്പോൾ, ലൈക്ക് നമ്മൾ മേക്കപ്പ് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ എത്ര എണ്ണം മുഖത്ത് വാരി തേക്കുന്നു എന്നുള്ളതല്ല, അതിന്റെ ഒരു ബ്ലെൻഡിങ്ങും അതിന്റെ ഒരു പെർഫെക്ഷനും നോക്കുമ്പോൾ തീർച്ചയായിട്ടും സുമിത്താണ് ആ രീതിയിൽ. ഇപ്പൊ ഇവിടുന്ന് നോക്കുമ്പോൾ സുമിത്തിന് ഇപ്പൊ ആ മീശ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്തു എന്ന് തോന്നില്ല. വളരെ നാച്ചുറൽ ആയിട്ട് അത് ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. എക്സ്പ്രഷന്റെ കാര്യത്തിൽ രണ്ടുപേരും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഇട്ടിട്ടുണ്ട്. അതിൽ രണ്ടുപേർക്കും എനിക്ക് രണ്ടും രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളിവരെന്തായാലും ഇവര് മായാമോഹിനിയായി ഇങ്ങനെ നിൽക്കുമല്ലേ. അപ്പോൾ നമുക്ക് ഭർത്താക്കന്മാർ ഓൾറെഡി സെറ്റാണ്. നമുക്ക് ഭാര്യമാരെ പുരുഷന്മാരാക്കിയിട്ട് ഇവരെ കൊണ്ട് ചെറിയ ഒരു സ്പോട്ട് കണ്ടന്റ് ചെയ്യാൻ പോകണം നമ്മൾ. അതിന് മുമ്പ് എനിക്ക് പിന്നെ ഷിട്ടു നമ്മുടെ ഹിമയെ പോയി മീശയൊക്കെ വരച്ചു കൊടുത്ത് ഒരു സുന്ദരക്കുട്ടനാക്കി ഇങ്ങോട്ട് വന്ന് ആദ്യം നിങ്ങളുടെ സിറ്റുവേഷൻ ആണ്. ഓക്കെ, നമ്മുടെ പുരുഷു പെണ്ണ് കാണാൻ വന്നിരിക്കുകയാണ്. ബാക്കിയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ നിട്ടോ. റെഡി? 3, 2, 1 ആക്ഷൻ. ചായ എനിക്ക് അത്ര ഇഷ്ടമില്ല. പിന്നെ മോൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇനി കുടിച്ചു തുടങ്ങാം. മോളുണ്ടാക്കിയതാണോ? അമ്മ ഉണ്ടാക്കിയതാ. എന്നാ വന്നില്ല. പിന്നെ ഇങ്ങടെ അടുത്ത് വാ, ഇച്ചിരി അടുത്ത് വാ. അവരൊക്കെ കണ്ടതാ, ഇങ്ങ് വാ. പേരെന്താ? സുമി. സുമി, വാവ്, നല്ല പേര്. ഇങ്ങ് വാ അടുത്ത്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. കൊള്ളാലോ. എനിക്കിങ്ങനെ മെലിഞ്ഞ കുട്ടികളെയാണ് ഇഷ്ടം. ഞാൻ മെലിഞ്ഞ കുട്ടീനെ ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. മെലിഞ്ഞ കുട്ടികൾ മാത്രമേ തപ്പാറുള്ളൂ. അയ്യോ, ഇങ്ങ് വന്നേ. അയ്യോ, ഇങ്ങ് വന്നോ. നമ്മുടെ നിശ്ചയം ഓർപ്പിച്ചതാ. എനിക്ക് കുഴപ്പമില്ല, ഞാൻ തൊട്ടു എന്ന് പറഞ്ഞു. അല്ല, എനിക്കൊരു സംശയമുണ്ട്. പറഞ്ഞു. ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രണയം, ലവ്, അങ്ങനെ വേറെ പലതും എന്തെങ്കിലൊക്കെ? അയ്യോ, എന്തിനാ കരയുന്നേ? അയ്യോ, കരയല്ലേ. അയ്യോ, എന്റെ വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ല, അറിയോ? എന്റെ ഒരു ഭാഗ്യം. മുത്തേ, അപ്പൊ എന്നെ ഇഷ്ടായോ? ഇഷ്ടൊക്കെ. അടുത്ത് വാ, വാ. ഈ പല്ല് കുത്തോന്നുള്ളൊരു പേടിയില്ല. കലക്കിയല്ലേ? കലക്കി. ശരി, അപ്പം അടുത്ത രണ്ട് കപ്പിൾസ് വന്നിട്ടുണ്ട്. കൊടുക്കൂ. ഇവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിനി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ബസ് കാത്തു നിൽക്കുകയാണ്. അപ്പോ റെജി ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കുട്ടിയെ കണ്ടിട്ട് ബൈക്ക് സൈഡിൽ പാർക്ക് ചെയ്ത് വന്നിട്ട് ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കുട്ടിയെ വളയ്ക്കാനുള്ള ഒരു ശ്രമവും വളയോ വളയത്തില്ലയോ എന്നൊക്കെ ഉള്ളത് അവരുടെ സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, സ്റ്റാർട്ട്. ആക്ഷൻ. ബൈക്കിൽ വന്നതാ. ഞാനത് ചപ്പാത്തി വരുത്തിയതായിരിക്കും. അവരുടെ കോൺസെൻട്രേഷൻ കളയല്ലേ. ആ, ചെല്ലു റെജി. കുട്ടിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാ. കുട്ടി എവിടെ താമസം? എല്ലാരും ഉള്ള പോലെ തന്നെ വീട്ടില്. നിങ്ങളേതാ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാ. കുട്ടിയെ ഞാൻ കുറെ നാളായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. കുട്ടിയുടെ വീട് എവിടെയാ? എല്ലാരും ഉള്ള പോലെ തന്നെ വീട്ടിലാണ്. ആ വീട് എവിടാന്നാ ഞാൻ ചോദിച്ചേ. മുറ്റത്തിന്റെ മുകളില്. മുറ്റത്തിന്റെ മുകളിലോ? ഓ, ഭയങ്കര തമാശക്കാരിയാണല്ലോ. നിങ്ങളെന്തിനാ ചിരിക്കുന്നേ? എനിക്ക് ഈ കുട്ടിയുടെ ദേഷ്യം കാണുമ്പോ ഭയങ്കര സന്തോഷാ. ഇപ്പൊ കൊറോണ മുഖ്യമന്ത്രി പറഞ്ഞ സാമൂഹ്യ അകലം പാലിക്കുന്നു. നീ ഭയങ്കര ഗൗരവക്കാരിയാണല്ലോ. എന്റെ അച്ഛൻ പറഞ്ഞിട്ട് ഗൗരവമൊക്കെ വേണമെന്നാ പെണ്ണുങ്ങളായാലും. എനിക്കൊരു ഭയങ്കര ഇഷ്ടാ കുട്ടീനെ. കുട്ടീനെ ഞാനൊന്ന് കല്യാണം ആലോചിച്ചിട്ട്. ഞാൻ ഒന്ന് കെട്ടിയതാ. ഒന്നല്ലേ കെട്ടിയുള്ളൂ, സാരില്ല. അച്ഛനും അമ്മ അറിഞ്ഞു ഒന്ന്, പിന്നെ ഞാനും വേറൊന്നും കെട്ടിയിട്ടുണ്ട്. അപ്പൊ മൊത്തം എത്രണ്ട്?
എല്ലാരും അറിഞ്ഞ് 2, പിന്നെ 1 എല്ലാരും അറിയാതെ. സാരില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഫോൺ നമ്പർ തരട്ടെ? ഓ അതൊന്നും വേണ്ട, നിങ്ങൾ വീട് പറഞ്ഞാൽ ഞാൻ രാവിലെ അങ്ങോട്ട് വരാം. വേറെ നടത്തി കൊണ്ടുപോയി. ഓക്കെ GB, come on. ഹിമ, സുമിത്, എനിക്ക് തോന്നുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ തുടക്കത്തിൽ ഉണ്ടാക്കിയത് ഒരു ചിരി വന്നു. ആ ചിരി വന്നപ്പോ ആ ചിരിക്ക് ഒരു കൈയടി വന്നു. അതിൽ സുമിത്ത് കയറി പിടിച്ചു. സുമിത്ത് നെക്സ്റ്റ് അതൊരു കരച്ചിലാക്കി. അതിനും കൈഡി വന്നപ്പോ സുമിത്ത് അത് നന്നായി കയറി പിടിച്ചു. മൂന്നാമത്തേല് സുമിത്ത് അതങ്ങോട്ട് പൊലിപ്പിച്ചു. ഒരു ആർട്ടിസ്റ്റിന്, ഒരു ആക്ടർക്ക് ഒരു എപ്പോഴും വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ്. അയ്യോ എന്തിനാ കരയുന്നേ? അയ്യോ കരയല്ലേ? അയ്യോ എന്നുള്ള വാക്കുപോലും ഞാൻ കേട്ടിട്ടില്ല, അറിയോ? വീണ് കിട്ടിയ ഒരു സാധനത്തിനെ ഗംഭീരമായിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചു. ഗംഭീരമായിട്ടുണ്ട്. എനിക്കത് നല്ല ഇഷ്ടമായി. താങ്ക് യു. യു ആർ എ വെരി ഗുഡ് ആക്ടർ. നല്ല അടിപൊളി ആക്ടർ ആണെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് സോ ഇസ് ഹിമ. നിങ്ങളുടെ സ്പോണ്ടേനിറ്റി ഇഷ്ടപ്പെട്ടു. സ്പോണ്ടേനിറ്റിയുടെ മലയാളം ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഓ, നമ്മുടെ സുമിത്താണല്ലേ. മറന്നുപോയി. നൈമിഷികം. എന്തായാലും നിങ്ങൾ ആ പറഞ്ഞ കാര്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ചമ്മലില്ലാതെ ഈ നൈമിഷികം എന്നിട്ട് ഒരു ചമ്മലില്ലാതെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോ ഇനി നമുക്ക് ഇവരിലേക്ക് വരാം. ആദ്യം DP പറയാം. യോ ഇങ്ങനെ ദയനീയമായി എന്നെ നോക്കല്ലേ. ലുക്കുണ്ടോ? ശരി. ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ രഞ്ജി അടിപൊളിയായിട്ട് എന്താ പറയാ ബട്ടം വരച്ചോ ഇൻ ക്യാരക്ടറായിട്ട് ഓരോ പെർഫോമൻസ് ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രഞ്ജി കാഴ്ചവെച്ചതിൽ എനിക്ക് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് രഞ്ജിയുടെ അഭിനയത്തെക്കാൾ പെർഫോമൻസിനേക്കാൾ രഞ്ജി തന്നെ അറിയാതെ വേറൊരു തലത്തിലേക്ക് ആ സ്ക്രിപ്റ്റിനെ കൊണ്ടുപോയി. എന്ന് വെച്ചാൽ ആദ്യം ഒരു സാധനം പറഞ്ഞു, രഞ്ജി അതിനെ ബിൽഡ് ചെയ്ത് അടുത്തേക്ക് കൊണ്ടുപോയി. ഇപ്പം ഒരേ പാറ്റേൺ ആണ്, പക്ഷെ രണ്ടുപേരും സുമിത്ത് എക്സ്പ്രഷൻ വെച്ചാ കളിച്ചു വെച്ചാൽ രഞ്ജി ഡയലോഗ്സ് വെച്ചാ കളിച്ച്. അത് കൊണ്ടുപോയിട്ട് ലാസ്റ്റിൽ പറഞ്ഞ ഡയലോഗില് ഒരു കഥ തന്നെ നമുക്ക് തന്നു. ഒരു വലിയ കഥ പറഞ്ഞ് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സ്കിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കണ്ട ഒരു ഫീലിലേക്ക് നിങ്ങൾ നൈമിഷികമായിട്ട് കൊണ്ടുവന്നു. അതാ നമ്മളുടെ ടാസ്കിന്റെ റിസൾട്ട് വന്നില്ല. തീർച്ചയായിട്ടും ബാക്കിയെല്ലാം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തു. 3 ക്രൈറ്റീരിയ ആണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം ഏറ്റവും നന്നായിട്ട് മേക്കപ്പ് ചെയ്ത ഒരാൾ. ആ മേക്കപ്പ് ചെയ്ത ഒരാൾ നമുക്ക് തോന്നിയിട്ടുള്ളത് സുമിത്താണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ, ആക്സസറീസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് അത് റിജിയാണ്. മൂന്നാമത്തെ ക്രൈറ്റീരിയ ഇവർ മായാമോഹിനി ആയതിനു ശേഷമുള്ള റാം വാക്കിലുള്ള ആറ്റിറ്റ്യൂഡ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ രണ്ടുപേരെ ഇഷ്ടപ്പെട്ടു. സോ നമ്മുടെ ഈ ഒരു ടാസ്കിൽ നിങ്ങൾ രണ്ടുപേരും ടൈ ആയിരിക്കുകയാണ്. പവനായി ടീമും ഹോനായി ടീമും ഒപ്പത്തിനൊപ്പം. കട്ടക്ക് ഇവരെ പറഞ്ഞു വിട്, നമുക്കൊരു ബ്രേക്ക് എടുക്കാം. പറയാലോ. This is Cutie the Beauty Soap and BSY Noni Hair Color Shampoo co-presents Mr. and Mrs. Blockbuster partner MyG My Generation Detail Hub, co-powered by Asian Paints and special partner KSFE. We are going for a short break. Welcome back to Cutie the Beauty Soap and BSY Noni Hair Color Shampoo co-presents Mr. and Mrs. Blockbuster partner MyG My Generation Detail Hub, co-powered by Asian Paints and special partner KSFE. മായാമോഹിനി ടാസ്കാരെയൊക്കെ നമ്മൾ ഓടിച്ചു വിട്ടു, അവരെ വൃത്തിയാക്കി തിരിച്ചു വന്നപ്പോൾ പുതിയ ടാസ്കിന് എല്ലാ പ്രോപ്പർട്ടീസും സെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഷിറ്റു, ടാസ്കിന്റെ പേര് തലവര. ആ തലവര എന്ന് പറയാൻ കാരണം ഇവിടെ കുറെ ബോക്സുകളിൽ കുറെ ബോളുകൾ ഇരിക്കുന്നത് കാണുന്നില്ലേ? പല കളർഫുൾ ബോളുകൾ. പക്ഷേ ഇത് ബോളുകളല്ല. അല്ല, പകരം എന്താണ് ഷിറ്റു? ഇതൊരു ബോളല്ല, ഇതൊരു മുട്ടയാണ്. ഇതൊരു മുട്ടയാണ്. കളർഫുൾ മുട്ടകൾ. അപ്പൊ ഈ കളർഫുൾ മുട്ടകൾ എന്താണെന്നും ഈ മുട്ടകൾ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നും നമ്മൾ പറയാം. അതിനു മുമ്പ് ആരൊക്കെയാണ് തലവര ചെക്ക് ചെയ്യാൻ ഇവിടെ വരുന്നത് എന്ന് നമ്മൾ അറിയാൻ പോവാണ്. ഹോനായി ടീമിൽ നിന്നും തലവര ചെക്ക് ചെയ്യാൻ വരുന്നു അജിത് ആൻഡ് ഡോണ. പവനായി ടീമിൽ നിന്നും തലവര ചെക്ക് ചെയ്യാൻ വരുന്നു നിഖിൽ ആൻഡ് ലെന.
നേരത്തെ പോലെ തന്നെ ഞങ്ങളുടെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ അത് ചോദിക്കും. ഇവരുടെ കയ്യിൽ ഒരു മാർക്കറും ഉണ്ട്, ഒരു പേനായും ഉണ്ട്, ഒരു ബോർഡും ഉണ്ട് എഴുതാൻ. ഓക്കെ, അതൊന്ന് എടുത്ത് കാണിക്കൂ കുട്ടികളെ. ഇതാണ് ബോർഡ്. അപ്പോ നമ്മള് ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ആ എഴുതുന്ന ഉത്തരം സെയിം ആണെങ്കിൽ തലവര സേഫ് ആണ്. ഓക്കെ, മറിച്ച് തെറ്റാണെങ്കിൽ, ഉത്തരം തെറ്റാണെങ്കിൽ എന്താണ് ശിക്ഷ? ഷിട്ടു, ഈ മുട്ടകൾ ഇവിടെ ഇരിക്കുന്നത് വെറുതെ അല്ലല്ലോ. ഭർത്താവ് ഒരു മുട്ട സെലക്ട് ചെയ്യും. ഭാര്യ ആ മുട്ട എടുത്ത് ഭർത്താവിന്റെ തലക്കടിച്ച് പൊട്ടിക്കും. അവിടെയും നമ്മൾ തലവര ചെക്ക് ചെയ്യുന്നുണ്ട്. കാര്യം ഇതിൽ വളരെ കുറച്ച് നമ്പറിലുള്ള പുഴുങ്ങിയ മുട്ടയുണ്ട്. പുഴുങ്ങിയ മുട്ട തലയിലടിച്ചാൽ ഏറെക്കുറെ സേഫ് ആണ്. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മുട്ട പുഴുങ്ങിയതാവാം, നല്ലതാവാം. ഭർത്താവ് തന്നെയാണ് സ്വന്തം തലവര നോക്കുന്നല്ലേ? അവരുടെ തലവര അവര് തന്നെ എഴുതാൻ പോണം. നമുക്ക് തുടങ്ങാം. റെഡി മക്കളെ, തലവര ചെക്ക് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ചോദ്യം, ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, റെഡി? അപ്പൊ ആദ്യം അതിന്റെ ഉത്തരം കാണിക്കാൻ പോകുന്നത് അജിത്തും ഡോണയാണ്. 3, 2, 1 ഗോ. 1988 ഡിസംബർ 7 ആണെന്ന് അജിത്ത് പറയുന്നു, 8 ആണെന്ന് ഡോണ പറയുന്നു. ഞാൻ ഡോണയോടൊന്ന് ചോദിക്കട്ടെ, ഡോണയുടെ പിന്നെ ബർത്ത്ഡേ ആണല്ലോ. എന്നാ ബർത്ത്ഡേ? എന്റെ ഡിസംബർ 8. 7 എന്തിനാ അജിത്ത് എഴുതിയേ? അവൾ 7-7 തീയതിയാണ് കേക്ക് മേടിക്കാൻ പോകുന്നത്. അല്ല, എന്റെ ശരിക്കും മാർച്ച് 7. അപ്പം പെട്ടെന്ന് അത് കയറി വന്ന. ഇനി മേല പെട്ടെന്ന് വരരുത്. അപ്പൊ അജിത്ത് താത്തോ. അപ്പം നിഖിൽ, ലെന. 5 മാസവും തെറ്റി, വർഷവും തെറ്റി. ഓക്കെ, ഞാൻ ആദ്യം ലെനയോട് ചോദിക്കട്ടെ. ലെന എന്നാണ് ബർത്ത്ഡേ? 29/7/90. ഇത് ഏതൊക്കെയോ തീയതി? ഇത് ആരുടെ ബർത്ത്ഡേയാ? ഇവക്ക് 2 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഒരാൾക്ക് 2 ഡേറ്റ് ഓഫ് ബർത്ത്. ഡ്യുവൽ പേഴ്സണാലിറ്റി. എന്തിനാ മനുഷ്യ ഇങ്ങനെ നുണ പറയുന്നത്? ഇത് നിങ്ങൾ എനിക്ക് ഐഡി പ്രൂഫ് ചെക്ക് ചെയ്യണം. എനിക്ക് ഇത്രേ ഉള്ളൂ. ഇതാരാ? ഭർത്താവ് പറഞ്ഞോ, ഇവക്ക് 2 എന്താ ഐ ഡി കാർഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് 2 ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അജിത്തിന്റെ തലവര ചെക്ക് ചെയ്യാൻ പോവാണ്. ഏത് മുട്ടയാണ് ഞങ്ങൾ എടുത്തു തരേണ്ടത്? എനിക്ക് ആ ബ്ലൂ മതി. ബ്ലൂ ആണ്. ബ്ലൂ. ഓക്കെ, ഏത് കളറാണ് വേണ്ടത്? ചെവലയോ? തന്നെ. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിയതിന്റെ ഒരു അമർഷം കൂടെ ആ അടിയിലുണ്ടായിരുന്നു. മുട്ട പൊട്ടിച്ചല്ലേ, ഇത് തലക്കിട്ട് അടിച്ചത് തന്നെ. തലവര ചെക്ക് ചെയ്യാനുള്ള ചോദ്യം നമ്പർ 2. ഭർത്താവിന്റെ വെയിറ്റ്, ഭാരം, തൂക്കം. ആദ്യത്തെ ഉത്തരം ചെക്ക് ചെയ്യാൻ പോകുന്നത് നിഖിലിന്റെ ലെനയുടെയാണ്. അടുത്ത പോട്ടെ. 3, 2, 1 ഗോ. അപ്പോ ബോർഡ് നിഖിലെ വെക്കൂ. നിഖിലെ ഇതിലൊരു മുട്ട സെലക്ട് ചെയ്യും. അല്ല, ഇത് മയത്തിലല്ല, ഇത് ഭയങ്കര ടെക്നിക്കാ. ആ ലെന പൊട്ടിച്ച രീതി വെച്ചിട്ട് അത് മുഖത്ത് കൂടെ ഒലിച്ചിറങ്ങാതിരിക്കില്ല. ജീവ, ഇത് ഇവർക്കൊരു അവസരം കിട്ടിയതുപോലെ തന്നെയാട്ടോ ഭാര്യമാർക്ക്. എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഭാര്യമാർക്കൂടെ പണി കൊടുക്കുന്ന ഗെയിം വേണം. ഇത് പരിപാടി ഇത് നമ്മൾ കൊണ്ടുവന്നേ പറ്റൂ. ഇവിടെ ഭയങ്കര പ്രശ്നം. അല്ലല്ല, ഇത് തൽക്കാലം മുട്ട കൊണ്ട് നമ്മൾ തുടങ്ങാം. അവർക്ക് വല്ല പന്തോ ശൂലോ ഒക്കെ കൊടുക്കാം. ഓക്കെ, അജിത്തെ സെലക്ട് ചെയ്യും. മഞ്ഞ. പുഴുങ്ങിയത്
തലവരെ ചെക്ക് ചെയ്യാനുള്ള മൂന്നാമത്തെ ചോദ്യം. ഭാര്യയുടെ ദുശ്ശീലം. അപ്പൊ പേപ്പർ തികയില്ലല്ലോ. കഥയൊന്നും എഴുതരുത്. உன்னை தேடி 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 நெஞ்சு அல்லாடுதே உள்ள விட்டாடுதே உன்னை கொண்டாடுதே உன்னை பக்க അപ്പൊ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് അജിത്തിന്റെയും ഡോണയുടെയാണ്. ഓക്കെ. உன்னை தேடி 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 நெஞ்சு அல்லாடுதே. കൈവശം പറഞ്ഞ വാക്ക് കൊതിക്കുത്ത്. കൊതിക്കുത്ത്. നിഖിൽ, ലെന. ജനല് പറഞ്ഞു ചൊറിയ. കറക്റ്റാ. അടിപൊളി. സൂപ്പർ. നാലാമത്തെ ചോദ്യം. ഭർത്താവിന്റെ ആദ്യ കാമുകിയുടെ പേര്. ഇപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിഖിലിന്റെ ലെനയുടെയാണ്. നമ്മുടെ ടിപിയുടെ പേര്. ഓക്കെ, ഒന്നേ പറയാനുള്ളൂ, എൻജോയ്. ഓക്കെ, അടുത്ത് അശ്വതി അമ്മുക്കുട്ടി. ദൈവമേ ദൈവമേ ഈ ദുരന്തമന്തമില്ലാതെ ദൈവമേ ദൈവമേ ആരാണ് അശ്വതി, ആരാണ് അമ്മുക്കുട്ടി? ലിസ്റ്റിലില്ലാത്ത ഒരാളിങ്ങനെ പുറത്തു വന്നു. ഓക്കെ, ഡോണ പറ. എന്നോട് പറഞ്ഞ അശ്വതി എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം മാത്രമാണ്. അമ്മുക്കുട്ടി. ഞങ്ങൾക്ക് ഇനിയിപ്പോ പറയാൻ പോകുന്നറിയോ, ഈ അശ്വതിനെ തന്നെ ഞാൻ അമ്മുക്കുട്ടി എന്ന് വിളിക്കുക. അങ്ങനെ ഞാൻ കള്ളം പറയില്ല. ഈ അമ്മുക്കുട്ടി ശരിക്കും ഞാൻ നഴ്സറി പഠിക്കുമ്പോൾ ഒരു പ്രേമമായിരുന്നു എനിക്ക്. അന്നോട്ടുള്ള ഇഷ്ടം അമ്മുക്കുട്ടി എടുത്ത് ഹൈ റേഞ്ച് വെച്ച സ്മോൾ ബോയ്. നഴ്സറി പഠിക്കുമ്പോ അമ്മുക്കുട്ടി. ഇതിപ്പോ എത്ര അശ്വതി ഞാൻ കോപ്പറേറ്റീവ് ബികോമിന് പഠിക്കുമ്പോ ഉള്ള സെറ്റപ്പായിരുന്നു. പക്ഷെ ഇവളോട് ഒക്കെ അത് അറിയോളൂ. ഇവളോട് പറഞ്ഞത് ആകെ അശ്വതി മാത്രമായിരുന്നു. ഓക്കെ, അപ്പൊ അജിത്തെ ഒരു മൊട്ട സെലക്ട് ചെയ്യും. കളർ പച്ച. അടുത്ത ചോദ്യം. ഭാര്യ ഉണരുന്ന സമയം. ഈ ചോദ്യത്തിനെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അവളുടെ വീട്ടിലായിരിക്കുമ്പോഴോ എന്റെ വീട്ടിലായിരിക്കുമ്പോഴോ അത് രണ്ട് സമയം. അതുകൊണ്ട് അത് നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഭാര്യ ഏത് വീട്ടിൽ ഉണരുന്നതിന്റെ ആണ് സമയം എഴുതാൻ പോകുന്നത്, അത് ഊഹിച്ചിട്ട് അപ്പി എഴുതുക. അജിത്ത്, ഡോണ റെഡി? അടിപൊളി, സൂപ്പർ. ഓക്കെ, നിഖിൽ, ലെന. 10 മണി 9 മണി 9 മണി 10 മണി. ഇത് നിങ്ങൾ എങ്ങനെയാ വായിച്ചേ? 10 ആണോ? എന്താ എങ്ങനെയാ പറഞ്ഞത്? ഞാൻ രമണീന്നാ വായിച്ചത്. ഞാനത് ഇവിടെ വന്നിങ്ങനെ നോക്കിയപ്പോ ഇതെന്താ രമണീന്നാ ഞാൻ വായിച്ചത്. ഓക്കെ, മൊട്ട സെലക്ട് ചെയ്തോളൂ. പുഴുങ്ങിയ മുട്ട. അത് കഴിക്കാൻ കേട്ടോ, മാറ്റിച്ച പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ. ആറാമത്തെ ചോദ്യം. ഭർത്താവിന്റെ SSLC മാർക്ക്. ഓക്കെ, നിഖിൽ, ലെന. അല്ല, 451 എന്ന് പറയുന്നത് 80%. സ്കൂളിൽ പോകാത്തൊരു പയ്യന് ഇത്രയും വലിയ മാർക്ക് കൊടുത്തത് എന്തായാലും ശരിയായില്ല. അജിത്ത് ആൻഡ് ഡോണ റെഡി? അജിത്ത് ഒരു മുട്ട സെലക്ട് ചെയ്യും. നിഖില ഏത് മുട്ട വേണ്ടേ? ചെറിയ പുള്ളിയുള്ളത്. അങ്ങനെ വേണം അടിക്കാൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഭാര്യയ്ക്ക് നിലവിൽ എത്ര ജോഡി കമ്മലുണ്ട്? അജിത്ത് ആൻഡ് ഡോണ. ജസ്റ്റ് മിസ്. ഓക്കെ, കാത്തിട്ടോ. നിഖിൽ ആൻഡ് ലെന. എണ്ണമില്ല, അറിയില്ല. കറക്റ്റ്. ഐ തിങ്ക് യു ഷുഡ് ഗിവ് ഇറ്റ്. അത് സ്മാർട്ട് ഇല്ലല്ലോ, ഒരു ഇൻഫിനിറ്റി പോലെ ആയിപ്പോയി. അതെ അതെ. ഓക്കെ, ഇവിടെ നമുക്കൊരു മുട്ടയും കൊടുക്കാം. ഒരു മുട്ട സെലക്ട് ചെയ്യൂ. അടുത്ത ചോദ്യം.
ഭർത്താവിന് എത്ര കാമുകിമാരുണ്ടായിരുന്നു? നിഖിലല്ലന അജിത് ആൻഡ് ഡോണ. ഡോണ അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി ഇത് ഓർത്തു. അമ്മുക്കുട്ടി, അശ്വതി, പിന്നെ കുറച്ച് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഉള്ള ഒരെണ്ണം ബിസ്മി. പിന്നെ അയ്യോ അത് അപ്പൊ പിന്നെ ഡോണയുടെ മിസ്റ്റേക്കാ. ഒരെണ്ണം ഇത് തന്നെയായിരുന്നല്ലേ പണി. ഒമ്പതാമത്തെ ചോദ്യം, ഭാര്യയുടെ ഏറ്റവും വലിയ പേടി? അജിത് ആൻഡ് ഡോണ ഒന്നിനെയും പേടിയില്ല. സ്റ്റേജ് ഫിയർ. ആരേലും എന്തെങ്കിലും ഒക്കെ പറയോ എന്നുള്ള പേടി. ഓക്കെ, നിഖിൽ ആൻഡ് ലെന. സഭാകമ്പം പാമ്പ്. സഭാകമ്പം വരുമ്പോ നമ്മൾ ഒരെണ്ണം അടിക്കും, അപ്പൊ പാമ്പാവും. ഓക്കെ, നിഖിലെ ഒരെണ്ണം സെലക്ട് ചെയ്തോ. സെലക്ട് കളർ. അതടിപൊളി. ഓക്കെ, അവസാനത്തെ ചോദ്യം. യെസ്. വീട്ടിലാണെങ്കിൽ ഭർത്താവിന് എത്ര സമയം വിശപ്പ് സഹിച്ചിരിക്കാൻ കഴിയും? അജിത് ആൻഡ് ഡോണ. ഒട്ടും പറ്റില്ല. 5 മിനിറ്റ് ഒരു ദിവസം. ഒരു ബന്ധുല്ലല്ലോ. ഒരു ദിവസം കഴിക്കാൻ പറ്റുമോ? ഒരു ദിവസം ഞാൻ പിടിച്ചു വെക്കും. ആണോ? എന്നിട്ട് ഡോണ എങ്ങനല്ല പറഞ്ഞേ? മുട്ട സെലക്ട് ബ്ലാക്ക്. ഓക്കെ, ഇവിടെ നിഖിലല്ലേന. എപ്പോഴും ഫുഡ് കഴിക്കണം, സമയാസമയം ഫുഡ് വേണം. അങ്ങനെ വളരെ വൃത്തിയായി നമ്മൾ നമ്മുടെ ഈ ടാസ്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. തലവര, പലരുടെയും തലവര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. ഇവിടെ ഒരു തവണ സേഫായി, ഇവിടെ ഒരു തവണ സേഫായി അല്ലെ? മൊത്തത്തിൽ നിഖിലും ലെനെ എത്ര ചോദ്യങ്ങൾ കറക്റ്റാക്കി? 5 ചോദ്യങ്ങൾ ഇവർ കറക്റ്റാക്കി. അജിത് ആൻഡ് ഡോണ 2 ചോദ്യം. ഓക്കെ, അജിത്, ഇവര് ചോദ്യങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെക്കാട്ടിലും 3 ചോദ്യങ്ങളാണ് ഇവർ കൂടുതൽ കറക്റ്റ് ആക്കിയത്. ഇവര് കളിച്ച ഏറ്റവും വലിയ സ്മാർട്ട് കളി എന്താ അറിയോ? അവര് നമ്പറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. എത്ര പേരുണ്ട്? കുറെ സമയം, രണ്ടുപേരും കുറെ സമയം എഴുതിയ സെയിം ആയില്ലേ? അവരവിടെ വളരെ ലാറ്ററൽ ആയിട്ട് തിങ്ക് ചെയ്തു. ആ ലാറ്ററൽ തിങ്കിങ് ആണ് ഇവരെ ഈ മത്സരത്തിൽ വിജയികളാക്കിയിരിക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻ. ഇത് വളരെ കളർഫുൾ ഗെയിം ആയിരുന്നു. വീണ്ടും മൊട്ടയിലേക്കാണ് നമ്മൾ പോയേക്കുന്നത്. നിങ്ങൾ രണ്ടുപേരെയും കണ്ട ഒരു ബുൾസൈ പോലെയുണ്ട്. എനിക്ക് അപ്പൊ എനിക്കത് കാഴ്ചയിൽ വളരെ ഇഷ്ടപ്പെട്ടു. ടെക്നിക്കലായിട്ട് ഇദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോ ഈ റൗണ്ടില്, തലവര റൗണ്ടില് വിജയികളായിരിക്കുന്നത് പവനായി ടീമിലെ നിഖിൽ ആൻഡ് ലെന. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 2 ടാസ്ക് ചെയ്തു. ആദ്യത്തെ ടാസ്ക് ടൈ ആയി. രണ്ടാമത്തെ ടാസ്ക് കൊണ്ടുപോയിരിക്കുന്നത് പവനായാണ്. അപ്പൊ ഇന്നത്തെ ദിവസവും ഏകദേശം ഇനി നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ തന്ന ആ വെല്ലുവിളി കൊഞ്ഞനം കുത്തൊക്കെ തിരിച്ചു കൊടുക്കാം. രാജാവ് കൊഞ്ഞനം കുത്തിയായിരുന്നു, മുഖം അങ്ങനെ ഇരിക്കണോണ്ട് അറിയാം. ഞങ്ങൾ തിരിച്ചു വരുന്നത് മാത്രമല്ല, ഞങ്ങളൊന്ന് ചാടിയിട്ട് ഒന്ന് ബാക്കിലോട്ട് വന്നതാണ്. അവരുടെ ചാട്ടം കണ്ട് ഞങ്ങൾ നിന്നു. ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുകളിലോട്ട് ചാടാൻ വരുന്നു. നിങ്ങള് പുലി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് ഇപ്പൊ മനസ്സിലായി. ഇങ്ങനെ പതുങ്ങിയിരിക്കാനാ. അവസാനം വരെ പതുങ്ങിയിരുന്നോ? അങ്ങനെയാണെങ്കിലേ ജീവ, കഴിഞ്ഞൊരു 4-5 എപ്പിസോഡായിട്ട് ഒരാൾ അവിടെ ഇരുന്ന് ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. നിസാറക്കട. അപ്പൊ ആ മൈക്കൊന്ന് കൊടുക്കൂ. ഒബ്സർവേഷന്റെ കാര്യത്തില് ഇതുവരെയുള്ള നിരീക്ഷണത്തെ കുറിച്ചൊന്ന് പറയൂ, കേക്കട്ടെ. ശരി, നിസാർക്ക് ഇത്രയും ഞങ്ങൾക്കൊരു പുത്തരിയല്ലാന്ന് മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം എന്നാന്ന് വെച്ചാല്, തോൽവിയെക്കാട്ടിലും ഇന്ന് അജിത്തിന്റെ ജീവിതം കട്ടപ്പോകയാണ്. അതെ.
ഒരു കാമുകിയേ ഉള്ളൂ എന്ന് ഓർത്തിരുന്ന അവർക്ക് രണ്ടാമതൊരു പേരൂടെ കിട്ടിയിട്ടുണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് അജിത്. ഇന്നത്തെ ഈ ഒരു ദിവസം തലവര അജിത്തിന്റെയും ഡോണയുടെയും നല്ല ദാമ്പത്യ ജീവിതത്തിനായി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യും. അജിത് എൻജോയ്. അപ്പോ ഇതേപോലെ മുട്ട കൊണ്ട് ഉള്ള ഒരുപാട് ഏറുകൾ വാങ്ങാനും തലവരകൾ ചെക്ക് ചെയ്യാനും മനപ്പൊരുത്തം ചെക്ക് ചെയ്യാനും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രമാത്രം കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയുന്നത് നമ്മൾ വരുന്ന എപ്പിസോഡിലായിരിക്കും. അല്ലേ ഷിട്ടു? അതെ ഷിട്ടു. നമ്മുടെ ബ്രോക്കറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ബ്രോബിയുടെയോ? ബ്രോബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം. ബ്രോബി 1-2 എപ്പിസോഡായിട്ട് ഇവിടെ പോകുന്നില്ലെന്നേ. ബ്രോബി ഇന്ന് പണി ഞാനിന്ന് പിള്ളേരെ കൂടെ ഞാൻ പോകുമല്ലോ. അല്ല, അവരെ ഞങ്ങൾ ഈ വിശ്രാമിച്ച് കഴിയുന്ന വരെ എങ്ങനെ വിട്ടുതരാൻ പറ്റത്തില്ല. അതിന്റെ ശമ്പളം തന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നേരം. ഞങ്ങൾ തരാം. ഞങ്ങൾ പറയുന്ന ഒരു ജോലി ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം നമ്മൾ തരും. കേക്കട്ടെ. നമ്മുടെ അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് കേരള പിറവി ദിനമാണ്. കേരള പിറവി ദിനത്തിൽ നമ്മൾ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഒരാളെ ഒന്ന് മലയാളം പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ചില നല്ല വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്ത് ചില നല്ല പിന്നെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ മലയാളം പഠിപ്പിക്കേണ്ട ഒരു അധ്യാപകന്റെ, ഒരു മലയാള അധ്യാപകന്റെ ഒഴിവ് ഇവിടെ ഉണ്ട്. ഒരു നല്ല അധ്യാപകനെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരിക. അതുകൊണ്ട് ബ്രോക്കർ കാശ് തരും. പിന്നെ തരുമോ? അത് ഉറപ്പാ. പൊന്നു മോനെ, ഞാൻ ആരെ വേണമെങ്കിലും കൊണ്ട് തനിക്ക് ബ്രോക്കർ കാശ് തന്നാ മതി. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യക്കാരനായിട്ട് നമ്മുടെ കൂടെ കൂടുകയും ചെയ്യാം. പണി വരുന്നുണ്ട് അവറാച്ച. എനിക്ക് മനസ്സിലായി അതെനിക്കിട്ടതാണെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കേരള പിറവി ദിനത്തിൽ കാണുന്നു. അതുവരെ ബൈ ഫ്രം മീ and bye from Shittu. Yes, this is Cutie the Beauty Soap and BSY Noni Hair Color Shampoo co-presents Mr. and Mrs. നമ്മുടെ ബ്ലോക്ക്ബസ്റ്റർ പാർട്ണർ മൈ ജനറേഷൻ ഡീറ്റെയിൽ ഹബ്, co-powered by Asian Paints and finance partner KSFE. Good night. Bye.